നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് നിത്യ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിച്ച് ആൻഡ് പുവർ ആയിട്ടുള്ള കെ ഡ്രാമാസ് ആണ് കേട്ടോ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അതായത് റിച്ച് ആയിട്ടുള്ള വലിയൊരു കമ്പനിയിലെ ഓണർമാര് അല്ലെങ്കിൽ ഓണർ നമ്മുടെ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലത്തെ പെൺകുട്ടീനെയൊക്കെ ഇഷ്ടപ്പെടുന്ന സ്റ്റോറീസ് വരുന്ന ഡ്രാമകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഡ്രാമകളൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? കാരണം പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ ആ ഒരു വേർതിരിവ് ഇവിടെ നേരെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അവര് തമ്മിൽ ഇഷ്ടപ്പെടുമ്പോ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ്, അതേപോലെ തന്നെ അത് അവരെ അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളതൊക്കെയാണ് ഈ ഡ്രാമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് റോംകോം ആണ്, റൊമാൻറ്റിക് പ്ലസ് കോമഡി ആയിട്ടുള്ള ഡ്രാമാസ് ആണ് കേട്ടോ ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഡ്രാമകളെല്ലാം ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് റിച്ച് മാൻ. 2018 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ ഈ റിച്ച് മാൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ ഇവിടെ വലിയൊരു കമ്പനിയിലെ CEO ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹം നമ്മുടെ ഒരു വില്ലേജിലെ ഗേൾ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു കുട്ടീനെ ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇവരെങ്ങനെയായിരിക്കും മീറ്റ് ആക്കുന്നത് എന്ന് വെച്ചാൽ അവന്റെ ആ ഒരു കമ്പനിയിലെ ഒരു എംപ്ലോയർ ആണ് നമ്മുടെ കഥയിലെ നായിക കേട്ടോ. നമ്മുടെ കഥയിലെ നായകൻ ഉണ്ടല്ലോ, ക്യാരക്ടർ എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര റോഡും അറഗന്റും അതേപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ കഥയിലെ നായകൻ. പക്ഷെ അദ്ദേഹം നമ്മുടെ കഥയിൽ സ്വീറ്റ് ആയിട്ടുള്ള നായികനെ മീറ്റ് ആക്കുകയാണ്. പിന്നീട് തന്നെ അവന്റെ ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമ ഓഫീസ് റൊമാൻസ് ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പക്ഷെ ഓഫീസ് റൊമാൻസ് എന്ന് വെക്കുമ്പോൾ നമ്മൾ മറ്റ് ഡ്രാമകളെ പോലുള്ള ഓഫീസ് റൊമാൻസ് അല്ല ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ് ഉള്ളതും അതേപോലെ തന്നെ ബ്രദർഹുഡ്, ലോസ്റ്റ് ലവ്, അങ്ങനെ ഓരോ സ്റ്റേജ് ഓഫ് ലവ് അല്ലെങ്കിൽ ഓരോ റിലേഷൻഷിപ്പ് ഒക്കെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഡ്രാമയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലീശ ഉള്ളത് എന്നുള്ള ആ ഒരു നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെന്റും കാര്യങ്ങളൊന്നും ഈ ഡ്രാമയിലില്ല. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഡ്രാമ കാണുന്നതിലൂടെ കിട്ടുന്നത്. ഈ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് നമ്മുടെ എക്സോത്ത് സൂഹോ എന്ന് പറയുന്ന ആക്ടറാണ് കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല, ഭയങ്കര വലിയ സിംഗർ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ആക്ടിങ് ഫീൽഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കെ ഡ്രാമയാണ് ഈ ഒരു റിച്ച് മാൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈറ്റിലിന് വേറെ അർത്ഥമുണ്ട്. റിച്ച് മാൻ, പുവർ വുമൺ എന്നും ഈ ഒരു ടൈറ്റിൽ വേറൊരു നെയിം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. സൂഹയ്ക്കൊപ്പം പെയറായിട്ട് അഭിനയിച്ചേക്കുന്നത് അയോൺസോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അതെന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് മൈ സീക്രട്ട് റൊമാൻസ്. 2017 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ മൈ സീക്രട്ട് റൊമാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇതിലും നമ്മുടെ കഥയിലെ നായകൻ വലിയൊരു കമ്പനിയിലെ ഓണറാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ കഥയിലെ നായികയെ മീറ്റ് ആക്കാണ്. നായിക ആ ഒരു കമ്പനിയിലെ എംപ്ലോയി തന്നെയാണ് കേട്ടോ. ഇവര് തമ്മിൽ എങ്ങനെ മീറ്റ് ആക്കുന്നത് വെച്ചാൽ ഇവര് തമ്മിൽ സിയും എംപ്ലോയറും ആണെന്ന് അറിയുന്നതിന് മുൻപേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവര് തമ്മിൽ മീറ്റ് ആക്കുകയാണ് കേട്ടോ. പക്ഷെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഇദ്ദേഹത്തിന് ഇവളോട് ഭയങ്കര ശത്രുതയാണ് തോന്നുന്നത്. സോ അദ്ദേഹം ആ ഒരു ഓഫീസിൽ റിവെഞ്ച് ചെയ്യാണ് കേട്ടോ ഇവൾക്കെതിരെ. പക്ഷെ സ്ലോലി ആ റിവെഞ്ച് പതുക്കെ പോയിട്ട് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറയാണ്, മെയിൻ ആയിട്ട് ഇതിൽ റൊമാൻസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ റിച്ചും പുവറും ആയിട്ടുള്ളതാണ്. അതായത് കഥയിലെ നായകൻ റിച്ചും നമ്മുടെ കഥയിലെ നായിക പുവർ ആയിട്ടുള്ള ഫാമിലിയിലത്തെ ആളാണല്ലോ. സോ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് നേരിടുന്നതൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി ലൈൻ സിമ്പിൾ ആണ്. നമുക്ക് അടുത്തത് എന്ത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇവര് തമ്മിലുള്ള റൊമാൻസ് മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി കാണാനും
ഓരോ റൊമാൻറ്റിക് സീന് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ഡ്രാമ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തോ നമുക്ക് ഈ ഒരു ഡ്രാമ കാണുമ്പോൾ ഫസ്റ്റ് ആയിട്ട് തോന്നും ഇത് സിമ്പിൾ ഡ്രാമ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഡ്രാമ നമുക്ക് ഇഷ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇവരത് മേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും എന്തായാലും ഡ്രാമ ഇഷ്ടാവും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വലിയ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളും ഒന്നും ഈ ഡ്രാമയിലില്ല കേട്ടോ. സിമ്പിൾ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സ്റ്റോറി പോകുന്നത് കേട്ടോ. അപ്പൊ ഈ റൊമാൻസ് കാണാൻ വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഡ്രാമ കണ്ടു നോക്കിക്കോളൂ. ടോട്ടലായിട്ട് 13 എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സും നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും, അതുപോലെ തന്നെ എൻജോയബിൾ ആയിട്ടും ആയിരിക്കും നമ്മൾ ഈ ഡ്രാമ കാണുന്നത് കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് സൺഹൂൺ, ജിയോൺ എന്നീ പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ്. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ആണ് ഇതിൽ എടുത്തു പറയേണ്ടത് കേട്ടോ. അപ്പൊ ഇവർക്ക് കിട്ടിയുള്ള ആ ഒരു ക്യാരക്ടർ ഇവര് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളും അത് ഈ ഒരു ഡ്രാമ കണ്ടിട്ട് അതേപോലെ തന്നെ അല്ലേ എന്നൊന്ന് പറഞ്ഞേക്കണേ. ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ബിസിനസ് പ്രൊപ്പോസൽ. ഈ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ. ഈ ഡ്രാമയിൽ നമ്മുടെ കഥയിലെ നായകൻ വലിയൊരു കമ്പനിയിലെ CEO ആണ്. കഥയിലെ നായിക ഇതേപോലെ തന്നെ എംപ്ലോയി ആണ് കേട്ടോ. പക്ഷെ ഇവർ തമ്മിൽ ഇത് CEO എംപ്ലോയി ആണെന്ന് അറിഞ്ഞതിന് മുന്നേ ആണ് ഇവർ തമ്മിൽ മീറ്റ് ആക്കുന്നത്. ശേഷമാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നത് കേട്ടോ. ഏകദേശം സീക്രട്ട് റൊമാൻസിന്റെ ആ ഒരു ഇതുപോലെ തന്നെയാണ് പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്നത്. പക്ഷെ ഡിഫറെന്റ് ആയിട്ട് രീതിയിലാണ് ഈ സ്റ്റോറീസ് രണ്ടും പോകുന്നത്. ഭയങ്കര ഫണ്ണായിട്ടും എന്റർടൈൻമെന്റും ആയിട്ടുമാണ് ഈ ഡ്രാമ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോവുകയാണ്. പക്ഷെ നമ്മുടെ കഥയിലെ നായിക അവിടെ ആ ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്താണ് ഇവൾ ആ ഒരു പ്രൊപ്പോസൽ മുടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടെന്നെ അറിയണം കേട്ടോ. കണ്ട ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഭയങ്കര കോമഡിയാണ് ഈ ഡ്രാമ കാണാനായിട്ട് കേട്ടോ. ഇവരുടെ കെമിസ്ട്രിയും ഓരോ ഫണ്ണി മൊമെന്റ്സും ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ലീഡ് കപ്പിൾസും ഉണ്ട്. അവരുടെ സ്റ്റോറിയും ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ഇവരുടെ ഓരോ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും എടുത്തു പറയേണ്ടതാണ് കേട്ടോ. കാരണം എല്ലാ ആക്ടേഴ്സും ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആക്ടേഴ്സും അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവര് നന്നായിട്ട് തന്നെ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫണ്ണായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ബിസിനസ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും ആ ഒരു റിച്ച് ആൻഡ് പുവർ ഭയങ്കര ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഥയിലെ നായകൻ പണക്കാരനും കഥയിലെ നായക പാവപ്പെട്ടവളും ആണല്ലോ. അപ്പൊ ഇവര് തമ്മിൽ ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവനോട് എസ് പറയാത്തത് അല്ലെ. പക്ഷെ അതൊക്കെ പിന്നീട് സ്ലോലി മാറുന്നതും ഇവര് തമ്മിൽ ആ ഒരു ഫീലിങ്സ് വളരുന്നതും എല്ലാം നന്നായിട്ട് തന്നെ ഇതിൽ മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സോള് പെട്ടെന്ന് നമ്മൾ ഈ ഡ്രാമ കംപ്ലീറ്റ് ആക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ബിസിനസ് പ്രൊപ്പോസൽ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ആൻ ഹ്യോ സിയോപ്പ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കിം സ്യോ ജോൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ്. ഇവരുടെ ആക്ടിംഗ് ആണ് എടുത്തു പറയേണ്ടത്. ആക്ടിങ്ങും ആ ഒരു കെമിസ്ട്രി ആണ് എടുത്തു പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡ്രാമ കണ്ടു കഴിഞ്ഞിട്ട് അതെങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണേ. ഫോർത്ത് ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള ഷോപ്പിംഗ് കിങ് ലൂയിസ്. ഇതിൽ നമ്മുടെ കഥയിലെ നായകൻ ലൂയിസ് ആണ് കേട്ടോ. ലൂയിസ് ആണെങ്കിൽ വലിയ കമ്പനിയിലെ ഒരു ചെയർമാന്റെ മകനാണ്, ഒരേ ഒരു അവകാശിയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് വാങ്ങുക, ഓരോന്ന് ഷോപ്പിംഗ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഹോബി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കൊക്കെ ആ ഒരു ഹോബി ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ കഥയിൽ നായകൻ ചെയ്യുന്നത്. കഥയിലെ നായികയാണെങ്കിൽ ഒരു വില്ലേജ് ഗേളാണ് കേട്ടോ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ ഇല്ല, ഒരു അനിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ റീസെന്റ് ആയിട്ട് മരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിത്തെ ഒരു കുട്ടീനെയാണ് ഇവൻ മീറ്റ് ആക്കുന്നതും ഇവൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര കഥയിൽ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോറി ലൈനൊക്കെ ഇതിൽ ഓസമാണ് കേട്ടോ. നിങ്ങൾ കണ്ടെന്നെ അറിയണം. അപ്പൊ ഈ സ്റ്റോറി ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതും നല്ല ഫണ്ണായിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഇവർ മേക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഒരു സ്റ്റോറി എടുത്ത് പറയേണ്ടതാണ്. സ്റ്റോറി നല്ല രസമാണ്, ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആക്കില്ല കേട്ടോ. ഓരോ ക്യൂരിയോസിറ്റിയിലായിരിക്കും നിങ്ങൾ ഈ ഡ്രാമ കണ്ട് തീർക്കുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ഇതിലെ മെയിൻ ആക്ടറിന്റെ ആ ഒരു ആക്ടിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. ഇതിലെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് സിയോൻ ഗൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും നാം ജി ഹ്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഈ ആക്ടറിന്റെ ആക്ടിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന് ഭയങ്കര നമ്മളെ
ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ടിങ് ആണ് അദ്ദേഹം ഇതിൽ പ്രകടമാക്കുന്നത്. കാരണം അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നു പോകും. നമ്മൾ ചില സിനിമകളൊക്കെ ഇല്ലേ, നമ്മുടെ പഴയ ദിലീപിന്റെ സിനിമകളൊക്കെ ഇല്ലേ, നമ്മൾ എത്ര കണ്ടാലും നമ്മൾ പിന്നെ കണ്ടിരിക്കില്ലേ, കോമഡികൾ രണ്ടാമത് കണ്ടാലും നമ്മൾ ഇരുന്ന് ചിരിക്കില്ലേ, അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആക്ടിങ് ഇതിൽ എടുത്ത് പറയുകയാണെങ്കിൽ കേട്ടോ. അതെങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടുതന്നെ അറിയണം. അതേപോലെ തന്നെ ഇതില് ആക്ട്രസ് ആ ഒരു ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചിരുന്നത് നാം ജി ഹ്യൂൻ ആണല്ലോ. ആ ഒരു ആക്ട്രസിന്റെ ആക്ടിങ്ങും ഇതിൽ അടിപൊളിയാണ്. ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ആ ഒരു നമ്മുടെ കഥയിലെ നായികയാണ് ഇവന്റെ ആ ഒരു ലൈഫ് ടോട്ടലി ചേഞ്ച് ആക്കുന്നതും ക്യാഷ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതും എല്ലാം ഇവളാണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു റൊമാൻറ്റിക് കാണാനും ഭയങ്കര സ്വീറ്റ് ആണ്. ഇവരുടെ കെമിസ്ട്രി കാണാനും ഭയങ്കര രസമാണ്. കൂടുതലും കെയർ ചെയ്യുന്നത് നമ്മുടെ കഥയിലെ നായികയാണ് കേട്ടോ. നിങ്ങൾ നായകയെ കെയർ ചെയ്യുന്നതല്ലേ കണ്ടിട്ടുള്ളൂ, നായകനെ കെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കെമിസ്ട്രി ഇവർ കെയർ ചെയ്യുന്നത്, ഇവരുടെ ആ ഒരു ബോണ്ടിങ് ഒക്കെ കാണാനായിട്ട് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഡ്രാമ എന്തായാലും കണ്ടു നോക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിരിക്കും ഈ ഡ്രാമ നൽകുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള സിൻഡ്രല്ല ആൻഡ് ദ 4 നൈറ്റ്സ്. ആ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കഥയിലെ നായിക ഒരു സിൻഡ്രല്ല ആവുന്ന സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. കാരണം അവൾക്ക് ഉണ്ടല്ലോ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററും ആണ് ഉള്ളത്, പിന്നെ അച്ഛനും. ഓക്കെ, അപ്പൊ അച്ഛനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവരുടെ ലൈഫ് പോലെ തന്നെയാണ് ഇവളുടെ ലൈഫ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിലിന് അത് കൊടുക്കാനുള്ള കാരണം. പിന്നീട് അവളാണെങ്കിൽ നമ്മുടെ കഥയിലെ നായകനെ മീറ്റ് ആക്കുകയാണ് കേട്ടോ. നായകനെ മാത്രമല്ല, ഒരു 4 ചെറുപ്പക്കാരനെയാണ് ഇവള് മീറ്റ് ആക്കുന്നത്. ആ 4 ചെറുപ്പക്കാരും അവിടുത്തെ വലിയ കമ്പനിയിലെ ഇൻമെച്യൂർ ആയിട്ടുള്ള ഗ്രാൻഡ് സൺസ് ആണ് കേട്ടോ. അതായത് ചെറുമക്കളാണ്. അദ്ദേഹത്തെ ആ ചെയർമാന്റെ ചെറുമക്കളാണ് ഈ 4 ചെറുപ്പക്കാർ കേട്ടോ. അപ്പൊ ഈ 4 പേരുടെയും ആ ഒരു ലൈഫ് അതിനെ ടോട്ടലി ചേഞ്ച് ആക്കുന്നത് നമ്മുടെ കഥയിലെ നായികയാണ് കേട്ടോ. അപ്പൊ ഇവളെ കെയർ ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു ബോഡി ഗാർഡ്സിനെ പോലെയാണ് നമ്മുടെ ഈ 4 ചെറുപ്പക്കാർ. അപ്പൊ ആ ഒരു 4 ആൾക്കാരായിട്ട് ആക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ സൗത്ത് കൊറിയയിലെ ആക്ടേഴ്സ്, നല്ല പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഓരോരുത്തരിനെ അവരുടേതായ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഈ ഡ്രാമ കണ്ടു കഴിഞ്ഞാല് ഇതിലെ ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് പാക് സോ ഡാം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. അപ്പൊ നമ്മുടെ കഥയിലെ നായിക ഈ 4 പേരിൽ ഒരാളായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നീട് എന്തായിരിക്കും അവളുടെ ലൈഫ്, എങ്ങനെയാണ് അവൾ സിൻഡ്രല്ല ആവുന്നത് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടു തന്നെ അറിയണം കേട്ടോ. എങ്ങനെ നമുക്ക് ആ ഒരു കാർട്ടൂൺ കണ്ടു കഴിഞ്ഞ ഒരു ഫീൽ ആയിരിക്കും ഈ ഡ്രാമയിലൂടെ കിട്ടുന്നത്. കാരണം ഭയങ്കര ഫണ്ണായിട്ടും എൻജോയബിൾ ആയിട്ടാണ് ഈ ഡ്രാമ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എന്തായാലും ഡിസപ്പോയിന്റഡ് ആക്കില്ല. ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ റൊമാൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ഇവർ ഓരോരുത്തരായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഭയങ്കര ഫീലോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് സിൻഡ്രല്ല ആൻഡ് ദ 4 നൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൽ ലീഡ്സ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ പാക് സോ ഡാം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ജങ്ങിൽ വു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് ആക്ട് ചെയ്തേക്കുന്നത്. ഇവരുടെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. സൈഡിലൂടെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും അതേപോലത്തെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ്സും കാണിക്കുന്നുണ്ട്. ഡ്രാമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ ഇത്രയും റിച്ച് ആൻഡ് പുവർ ആയിട്ടുള്ള കപ്പിൾസിന്റെ സ്റ്റോറീസ് വരുന്ന ഡ്രാമകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാം ഈ ഡ്രാമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ബാക്കി എല്ലാ ഡ്രാമാസിലും ഏകദേശം റിച്ച് ആൻഡ് പുവർ വരുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ലൈന് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഡ്രാമകൾ മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഡ്രാമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.